ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് വളർന്നു വരുന്ന കാലമാണ്. പക്ഷേ ഇവരുടെയൊക്കെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഫോട്ടോസും വീഡിയോസും കോപ്പിറൈറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. സോ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഫോട്ടോസും വീഡിയോസും ഉള്ള 5 വെബ്സൈറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഒട്ടും വേഗാതെ തന്നെ നേരെ വീഡിയോയിലിട്ട് പോകാം. ഡയറക്റ്റായിട്ട് നിങ്ങൾ വെബ്സൈറ്റിനുള്ളിലേക്ക് പോകാതെ തന്നെ ഗൂഗിളിൻ്റെ ഇമേജ് സജഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോപ്പിറൈറ്റ് ഇല്ലാത്ത ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മളിവിടെ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള ഫോട്ടോ ആണ് ജസ്റ്റ് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. സോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സജഷൻസ് വരും. ഞാൻ ജസ്റ്റ് ഇവിടെ ഇമേജസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇമേജസിൽ ടൂൾസ് കാണാൻ പറ്റും. ഈ ടൂൾസിൽ പോയതിനു ശേഷം നമുക്കിവിടെ സൈസ്, അതേപോലെ തന്നെ കളേഴ്സ്, അതുപോലെ ടൈപ്പ് യൂസർ റൈറ്റ്സ് എന്ന് കാണാം. ഈ യൂസർ റൈറ്റ്സ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ്, അതായത് കൊമേഴ്ഷ്യൽസ് ആൻഡ് അതർ ലൈസൻസ്. സോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഫോട്ടോസിൻ്റെ ലിസ്റ്റ് കാണാം. സോ ഈ ഫോട്ടോസൊക്കെ നമുക്ക് നമ്മുടെ കൊമേഴ്ഷ്യൽ ലൈസൻസ് പർപ്പസിന് നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ജസ്റ്റ് ഇവിടെ കൊമേഴ്ഷ്യൽസ് ആൻഡ് അതർ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഫോട്ടോസൊക്കെ നമുക്ക് നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റിംഗ്, അതുപോലെ ബ്ലോഗ് പോസ്റ്റ് ആയിക്കോട്ടെ, ഒരു വീഡിയോ ആയിക്കോട്ടെ, ഈ ഫോട്ടോസൊക്കെ നമുക്ക് അവരുടെ വാട്ടർമാർക്ക് ഇല്ലാത്ത ഫോട്ടോസൊക്കെ നമുക്ക് നമ്മുടെ ബ്ലോഗ് പോസ്റ്റിനോ അതുപോലെ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിസ്റ്റിലേക്ക് പോവാം. സോ നമ്മുടെ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് വെച്ചാൽ pexels.com ആണ്. എല്ലാവർക്കും ഈ വെബ്സൈറ്റ് വളരെയധികം പരിചയമാണെന്ന് എനിക്കറിയാം. എന്നാലും ഈ വെബ്സൈറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റിൽ നമ്മൾ ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫോട്ടോസ് ഫ്രീ യൂസ് ആണോ, അല്ലെങ്കിൽ നമുക്കത് ക്രിയേറ്റീവ്, അതിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയുള്ള ഫോട്ടോസ് ആണോ, നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. സോ നമുക്ക് വേണ്ട ടൈപ്പുള്ള ഫോട്ടോസ് നമുക്കിവിടെ സെർച്ച് ചെയ്തിട്ട് സെർച്ച് പറഞ്ഞ് ഏത് ഫോട്ടോ ആണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റിന് പറ്റിയ ഫോട്ടോ എന്താണ്. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സോഷ്യൽ മീഡിയ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിന് റിലേറ്റഡ് ഒരുപാട് ഫോട്ടോസ് വരും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇൻസ്റ്റഗ്രാം, മാർക്കറ്റിംഗ്, ബിസിനസ്, ഫേസ്ബുക്ക്, ടെക്നോളജി, ഒരുപാട് റിലേറ്റീവ് ഉള്ള ഫോട്ടോസ് നമുക്ക് വരും. പക്ഷേ ഈ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ താഴെ ഇതിൻ്റെ ഇൻഫോയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഇത് ഫ്രീ ടു യൂസ് ആണ്. നോ ആട്രിബ്യൂഷൻ റെക്കോർഡ് അവരതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഫോട്ടോസാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പാടുള്ളൂ. അത് നമുക്ക് നമ്മുടെ കണ്ടന്റിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. സോ ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ഒരിക്കലും കോപ്പിറൈറ്റ് ഇഷ്യൂ നമ്മുടെ ബ്ലോഗ് പോസ്റ്റിന് ഒരിക്കലും വരാൻ പാടില്ല. വേറെ കണ്ടന്റ് വീഡിയോസോ ഇമേജ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിൽ ഒരിക്കലും പ്രശ്നം വരാൻ സാധ്യതയില്ല എന്ന് നോക്കുന്നു. സോ ഏതൊരു വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വെബ്സൈറ്റിൻ്റെ ലൈസൻസ് അത് മെയിനായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. സോ അതിന് നമ്മൾ ലൈസൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് അവർ ലൈസൻസിൽ ഉൾപ്പെടുത്തിക്കുന്നത് നോക്കാം. സോ ആൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആൻഡ് പിക്സൽസ് ആർ ഫ്രീ ടു യൂസ്. അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഈ ഫോട്ടോസൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനാണ്. സോ ആട്രിബ്യൂഷൻ ഇസ് നോട്ട് റിക്വയർഡ്. അവരൊരിക്കലും ആ ഫോട്ടോസിന് നമ്മൾ ലൈസൻസ്, കൊമേഴ്ഷ്യൽ ലൈസൻസ് പർപ്പസുള്ള ഒരു പ്രശ്നങ്ങളും ആ ഫോട്ടോസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ഒരിക്കലും ബാധിക്കുന്നത് പ്രത്യേകം. സോ നമുക്ക് ആ ഫോട്ടോസ് യു ക്യാൻ മോഡിഫൈ ദ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഫ്രം പെക്സൽസ്. സോ നമുക്കത് എങ്ങനെ വേണ്ടി നമുക്ക് മോഡിഫൈ ചെയ്യാനാണ്. സോ എനിക്ക് 100% ഉറപ്പാണ് pexels.com നമ്മൾ ഉപയോഗിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒരിക്കലും നമ്മുടെ കണ്ടന്റിനെയോ അതേപോലെ നമ്മുടെ യൂട്യൂബ് വീഡിയോനെ ഒരിക്കലും ബാധിക്കില്ല. സോ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ധാരാളം യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഈ വെബ്സൈറ്റ് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. pixabay.com. സോ ഈ ഒരു വെബ്സൈറ്റ് ഏകദേശം നമ്മുടെ pexelsന് ഏകദേശം സെയിം ആയിട്ടുള്ള വെബ്സൈറ്റ്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതിൽ ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസും മാത്രമേ അവൈലബിൾ ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ അവർ കൂടുതലായിട്ട് ഇല്ലുസ്ട്രേഷൻസും അതുപോലെ വെക്ടേഴ്സ് അതുപോലെ മ്യൂസിക് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നമ്മൾ പോയ കുറച്ച് വീഡിയോസ് ക്യാൻവ സോഫ്റ്റ്വെയറിലുള്ള ട്യൂട്ടോറിയലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ട്യൂട്ടോറിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ ട്യൂട്ടോറിയലിൽ മെയിനായിട്ട് പിക്സബേ എന്നുള്ള ഫോട്ടോസും ആണ് മ്യൂസിക്കുമാണ് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിരുന്നത്. സോ ഇതിൽ നമുക്ക് ഫോട്ടോസ് ഉണ്ട്, അതേപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക്
ഇത് ഇലിസ്ട്രേഷൻ എവിടെയാണ് നിങ്ങൾ അത് ലോഗോ ക്രിയേഷൻ അങ്ങനത്തെ പാർട്ടിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ വെക്ടേഴ്സ് ഉണ്ട്, അത് നമ്മുടെ പിക്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വീഡിയോസ് ഉണ്ട്, നമ്മൾ ആൾമോസ്റ്റ് നമ്മുടെ പെക്സൽസിൽ അതേപോലത്തെ വീഡിയോസ് ഇതിലുണ്ട്. പിന്നെ ഒന്നാണ് മ്യൂസിക്. ഈ മ്യൂസിക് അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ലൈസൻസ് നമ്മൾ അതേപോലെ നമ്മൾ പോയി നോക്കിയിട്ട് ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ. സോ അതിനുവേണ്ടി നമ്മളിവിടെ എക്സ്പ്ലോർ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ടേംസ് എന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈസൻസ് എന്ന് കാണാം. ഈ ലൈസൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നോക്കാം. So all content in Pixabay can be used for free for commercial and non-commercial use across print and digital except in the case mentioned what is not allowed. സോ അവർ പ്രത്യേകം പറയുന്നുണ്ട്, അവരൊരിക്കലും അലോ ചെയ്യേണ്ടെന്ന് പറഞ്ഞുള്ള സംഭവങ്ങൾ ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഫ്രീ ടു യൂസ് എന്നുള്ളത് മാത്രം നമുക്ക് യൂസ് ചെയ്യാം. സോ പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയും, ഇതൊരിക്കലും നമ്മൾ വേറെ ആൾക്ക് വിൽക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവരതിന് ശക്തമായ നടപടി എടുക്കുന്നതാണ് അവർ ഈ വെബ്സൈറ്റിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഒരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ മാക്സിമം നമ്മുടെ യൂസിന്, അതായത് നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രം നമ്മളത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വെബ്സൈറ്റ് pixabay.com എന്നാണ്. ഇത് ഞാൻ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വേണ്ട വീഡിയോസും ഫോട്ടോസും അതുപോലെ തന്നെ നിങ്ങളൊരു പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയ മാർക്കറ്ററോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ ബ്ലോഗ് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം. freeimages.com. സോ ഇതും അതേപോലത്തെ ഒരു വെബ്സൈറ്റാണ്. പക്ഷേ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ പോയ പിക്സബേ നോക്കുന്ന അപേക്ഷ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ നമുക്ക് ഫോട്ടോസും മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസ് നമുക്ക് നമ്മുടെ കാറ്റഗറീസ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഇവിടെ ബ്രൗസ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പുതിയ ഫോട്ടോസ്, ഫ്രീ ഫോട്ടോസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ കളക്ഷൻസിൽ കാറ്റഗറീസ് അവർ സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് കാറ്റഗറിയിലെ ഫോട്ടോസ് നമുക്ക് എടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ആർക്കിടെക്ചർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഫോട്ടോസ് ഒരുപാട് വരും. സോ നമുക്ക് ആ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ആ ഫോട്ടോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, ഫ്രീ ടു യൂസ് ആണ്. അല്ല നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ അതിൽ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം. സോ ഞാനിവിടെ അതേപോലെ തന്നെ വെബ്സൈറ്റ് ലൈസൻസ് പോയിട്ട് ചെക്ക് ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ട് നമുക്ക് ബ്ലോഗ് പോസ്റ്റിങ്ങോ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ്, ഫിലിം, ടെലിവിഷൻ പ്രൊഡക്ഷൻ, വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇതിനൊക്കെ യൂസാണ് അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് ഒരിക്കലും കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ നമുക്ക് ഈ വെബ്സൈറ്റിൽ സൈൻ ചെയ്യാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പിക്സബേയിലും നമുക്ക് ഇതേപോലെ തന്നെ ഫോട്ടോസ് നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളെടുക്കുന്ന ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നു. ഈ വെബ്സൈറ്റ് ഇതെല്ലാവരും സെർച്ച് ചെയ്ത് വെക്കുക. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ നേരിട്ട് പോയിട്ട് freeimages.com എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. stocksnap.io. സോ ഇത് അതേപോലത്തെ ഒരു വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ നേരത്തെ 3 വെബ്സൈറ്റ് പോലെ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഫോട്ടോസ് എന്തൊക്കെയാണെന്ന് ഈ വെബ്സൈറ്റിൽ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് അവർ ഈ ഒരു വെബ്സൈറ്റിൽ അവർ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിവിടെ ട്രെൻഡിങ്ങിൽ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ന് ഏത് ഫോട്ടോസാണ് ഇവർ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കും. സോ ഇവിടെ പ്രത്യേകിച്ച് ഇതിന് ആൾ ഫ്രീ ടു ഡൗൺലോഡ് ആൻഡ് യൂസ് കൊമേഴ്ഷ്യൽ ഓർ പേഴ്സണൽ പ്രൊജക്ട്സ്. സോ നമുക്ക് ഈ വെബ്സൈറ്റ് പോയ 3 വെബ്സൈറ്റ് പോലെ തന്നെ നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബ്ലോഗ് പോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം വീഡിയോ അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ക്, വാൾപേപ്പർ നിങ്ങളുടെ പേഴ്സണൽ യൂസ് എന്തിനു വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. സോ ഇതിൽ എനിക്ക് തോന്നുന്നു ഫോട്ടോസ് മാത്രമേ അവൈലബിൾ ആയുള്ളൂ. പോയ പിക്സബേയിലെ പോലെ വീഡിയോസ് അവൈലബിൾ ഇല്ല. സോ ഈ ഒരു വെബ്സൈറ്റിൽ ഫോട്ടോസ് മാത്രമാണ് അവൈലബിൾ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. നമുക്ക് ഇതുപോലെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടത്, ഇവിടെ ബിസിനസ്, ബീച്ച്, വാൾപേപ്പർ, ലവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി ചൂസ് ചെയ്ത് നിങ്ങളുടെ കണ്ടന്റ്, നിങ്ങളുടെ ബ്ലോഗ് പോസ്റ്റ് ഏതാണ് ഫോട്ടോസ് വേണ്ടത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് ഇതിൽ സബ്മിറ്റ് ചെയ്യാനാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് ആരും ഡൗൺലോഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് അതിന് മണി ഏൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ ഇതുപോലുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ യൂസ്ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യാം.
സോ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. freerangestock.com എന്നുള്ള വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ അതേപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ 4 വെബ്സൈറ്റിൽ പോലെ ഫ്രീ സ്റ്റോക്ക് ഫോട്ടോസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂവസ്റ്റ് ഫോട്ടോസ് കാണാം, പോപ്പുലർ ഫോട്ടോസ് കാണാം. നിങ്ങൾക്ക് വേണ്ട കീവേഡ് ഇവിടെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ബ്ലോഗ് പോസ്റ്റോ സോഷ്യൽ മീഡിയ കണ്ടന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഫോട്ടോസൊക്കെ നിങ്ങൾ വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവരുടെ ലൈസൻസ് പോയിട്ട് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിനെ കുറിച്ച് അറിയില്ല. നിങ്ങൾ അതൊന്ന് ആദ്യമായിട്ട് നിങ്ങൾ ആ വെബ്സൈറ്റ് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു ഈ വെബ്സൈറ്റ് നിങ്ങൾ പോയി നോക്കുക. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾ പുതുതായിട്ടൊരു വെബ്സൈറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിനുള്ളിൽ എന്താണ് അവർ പറഞ്ഞേക്കുക, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അവരുടെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ പ്രത്യേകം വായിച്ചതിന് ശേഷം മാത്രം അതിലുള്ള കണ്ടൻറ്റ്സ് എടുക്കാനും അതിലുള്ള ഫോട്ടോസ് എടുക്കാനും അതുപോലെ വീഡിയോസ് എടുക്കാനും ശ്രദ്ധിക്കുക. സോ ഇവിടെ പ്രത്യേകം പറഞ്ഞു, യു ക്യാൻ യൂസ് ഇമേജ് ഫോർ നിയർലി എനി പർപ്പസ് കൊമേഴ്ഷ്യൽ ഓർ നോൺ കൊമേഴ്ഷ്യൽ വിത്തൗട്ട് ആട്രിബ്യൂഷൻ എന്നൊരു പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇതിലുള്ള ഫോട്ടോസും നമുക്ക് വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും നമുക്ക് നമ്മുടെ കണ്ടന്റിന് ബ്ലോഗ് പോസ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നത്. സോ ഇതോടുകൂടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഫസ്റ്റായി വരുന്നെങ്കിൽ മാത്രം നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സോ ഒട്ടും വൈകാതെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.